നമസ്കാരം. പ്രധാന വാർത്തകൾ. പാലക്കാട് ജില്ലാ ആശുപത്രിയുടെ പിഴവ് മൂലം പല്ലശ്ശന ഒഴുവുപാറ 9 വയസ്സുകാരി വിനോദിനിയുടെ വലതുകൈ മുറിച്ചുമാറ്റിയ സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. സംഭവത്തിൽ സമഗ്ര അന്വേഷണവും നടപടിയും വേണമെന്ന് യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും. മുഖ്യമന്ത്രി, ആരോഗ്യ വകുപ്പ് മന്ത്രി, ബാലാവകാശ കമ്മീഷൻ എന്നിവർക്ക് സംഘടനകളുടെ നേതൃത്വത്തിൽ പരാതി നൽകി. ഇടതു സർക്കാർ കാലത്ത് സർക്കാർ ആശുപത്രികൾ അറവുശാലകളായി മാറിയെന്ന് BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടിയുടെ പ്രതിഷേധ മാർച്ച്. സംഭവം വിവാദമായതോടെ കൈ കഴുകി രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ ആരോഗ്യവകുപ്പ്. അവിചാരിതമായ കാരണത്താൽ അപൂർവമായി സംഭവിച്ചതെന്ന് റിപ്പോർട്ടിറക്കി DMO. ശബരിമല കേന്ദ്രീകരിച്ച് അധോലോക സംഘവും ഉപജാപക സംഘവും പ്രവർത്തിക്കുന്നു. സ്വർണ്ണപ്പാളി വിഷയത്തിൽ CBI അന്വേഷിക്കണമെന്നും BJP. ഭക്തജനങ്ങൾ വ്രണിത ഹൃദയരാണെന്നും അയ്യപ്പ സംഗമം നടത്തിയ സർക്കാർ ഇക്കാര്യത്തിൽ ഒന്നും മിണ്ടാത്തത് എന്താണെന്നും കുമ്മനം രാജശേഖരൻ. സംഭവത്തിൽ ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും വലിയ അഴിമതിയാണ് നടന്നതെന്നും ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്നും MT രമേശ്. പാലക്കാട് DCC ഓഫീസ് നിർമ്മാണത്തിന് ഭൂമി വാങ്ങിയതിൽ വൻ അഴിമതിയെന്നും ഇതിനു പിന്നിൽ സാമ്പത്തിക തട്ടിപ്പെന്നും BJP സംസ്ഥാന ട്രഷററും നഗരസഭ വൈസ് ചെയർമാനുമായ E. കൃഷ്ണദാസ്. പാലക്കാട് മോയൻ സ്കൂൾ ഡിജിറ്റലൈസേഷൻ പദ്ധതി ഉപേക്ഷിക്കാനുള്ള നീക്കത്തിനെതിരെയും ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണം പൂർത്തീകരിക്കാത്തതിനെതിരെയും BJP പ്രക്ഷോഭത്തിലേക്ക്. പദ്ധതികളുടെ നിശ്ചലാവസ്ഥയ്ക്ക് കാരണം പാലക്കാട്ടെ ജനപ്രതിനിധികളെന്നും ആരോപണം. വാട്ടർ അതോറിറ്റിയെ തകർക്കുന്ന നയം സംസ്ഥാന സർക്കാർ തിരുത്തണമെന്നും സ്ഥാപനത്തെ ലാഭത്തിലാക്കാനുള്ള പദ്ധതികൾ സർക്കാർ അട്ടിമറിച്ചെന്നും വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിൽ കുടുംബശ്രീ മിഷൻ സംഘടിപ്പിക്കുന്ന 13ാമത് ദേശീയ സരസ് മേള ജനുവരി 2 മുതൽ 11 വരെ തൃത്താലയിൽ. 10 ദിവസങ്ങളിലായി വിവിധ സംസ്ഥാനങ്ങളിലെ ഗ്രാമീണ സംരംഭകർ ഉത്പാദിപ്പിക്കുന്ന വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന 250ഓളം സ്റ്റാളുകൾ സജ്ജീകരിക്കുമെന്നും മന്ത്രി MB രാജേഷ്. സരസ് മേളയുടെ സംഘാടക സമിതി യോഗം ചാലിശ്ശേരിയിൽ. ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി സമഗ്ര വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രചോദനമാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ കൂടുതൽ ജനകീയ കൂട്ടായ്മകൾ കൊണ്ടുവരാൻ കഴിഞ്ഞതായി മുഹമ്മദ് മൂസിൻ MLA. അക്കാദമികപരമായും ശാസ്ത്രപരമായും ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി മാറിയതായി അധ്യാപകരും വിദ്യാർത്ഥികളും. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ജ്യോതിസ് ദശവാർഷിക സമ്മേളനം വാടനംകുറിശ്ശിയിൽ. വാർത്തകൾ വിശദമായി. ചികിത്സാ പിഴവ് മൂലം പല്ലശ്ശന ഒഴുവുപാറ 9 വയസ്സുകാരി വിനോദിനിയുടെ കൈമുറിച്ചു മാറ്റിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണവും നടപടിയും ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി, ബാലാവകാശ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകി. സംഭവം വിവാദമായതോടെ കൈ കഴുകി രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ് ആരോഗ്യവകുപ്പ്. അവിചാരിതമായ കാരണത്താൽ അപൂർവമായി സംഭവിച്ചതെന്ന് റിപ്പോർട്ടിറക്കി DMO. അവിചാരിതമായ കാരണങ്ങളാൽ അപൂർവമായി സംഭവിക്കുന്നതെന്ന റിപ്പോർട്ട് പുറത്തിറക്കി പാലക്കാട് DMO. സംഭവം വിവാദമായതോടെ കൈ കഴുകി രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ് ആരോഗ്യവകുപ്പ്. സെപ്റ്റംബർ 24-നാണ് സഹോദരൻ അരവിന്ദിനൊപ്പം കളിക്കുന്നതിനിടെ വീണ് പല്ലശ്ശന ഒഴുവുപാറ വിനോദിൻ്റെയും പ്രസിദ്ധയുടെയും മകൾ വിനോദിനിയുടെ വലതു കൈയിലെ 2 എല്ലുകൾ പൊട്ടിയത്. ആദ്യം ചിറ്റൂർ ആശുപത്രിയിലെത്തിച്ച വിനോദിനിയെ ചിറ്റൂർ ആശുപത്രിയിലെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. പരിശോധനകൾക്ക് ശേഷമാണ് പ്ലാസ്റ്റർ ഇട്ടതെന്നും കൈയിലെ രക്തയോട്ടം പരിശോധിച്ചിരുന്നുവെന്നുമാണ് വിനോദിനിയെ ചികിത്സിച്ച ഡോക്ടർമാർ DMOയ്ക്ക് മൊഴി നൽകിയിരിക്കുന്നത്. എന്നാൽ കുട്ടിയുടെ കൈയിലെ മുറിവുകൾ ഡോക്ടർമാർ പരിഗണിച്ചില്ലെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. പ്ലാസ്റ്റർ ഇട്ട് ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പേ തന്നെ കൈയിന് നീര് വയ്ക്കുകയും നിറവ്യത്യാസമുണ്ടാവുകയും ദുർഗന്ധമുണ്ടാവുകയും ചെയ്തു. തുടർന്നാണ് വിദഗ്ധ ചികിത്സയ്ക്കായി കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തത്. ചികിത്സാ പിഴവ് സംഭവിച്ചതായി കോഴിക്കോട് ഡോക്ടർമാർ പറഞ്ഞതായും വിനോദിനിയുടെ രക്ഷിതാക്കൾ പറയുന്നു. രക്തക്കുഴലിൽ രക്തം കട്ടപിടിച്ചതാണ് കാരണമെന്നും അവിചാരിതമായ കാരണങ്ങളാൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒന്നാണെന്നുമാണ് DMO റിപ്പോർട്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അനുവാദമില്ലാതെ വീട്ടമ്മയുടെ വിരലുകൾ മുറിച്ചുമാറ്റിയ സംഭവം വിവാദമായി ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പേ പാലക്കാട് 9-കാരിയുടെ കൈ ചികിത്സാ പിഴവ് മൂലം മുറിച്ചുമാറ്റേണ്ടി വന്നതോടെ ആരോഗ്യവകുപ്പ് കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഇടതു സർക്കാർ കാലത്ത് സർക്കാർ ആശുപത്രികൾ അറവുശാലകളായി മാറിയെന്ന് BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. ഡോക്ടർമാരുടെ അനാസ്ഥ തുടരുന്നതിനിടയിലും സർക്കാർ അന്വേഷണം പ്രഹസനമാകുകയാണെന്ന് പ്രശാന്ത് ശിവൻ പറഞ്ഞു. 9-കാരിയുടെ വലതുകൈ മുറിച്ചു മാറ്റേണ്ടി വന്നതിൽ പ്രതിഷേധിച്ച് ജില്ലാ ആശുപത്രിയിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രശാന്ത് ശിവൻ.
എല്ലാ കാര്യത്തിലും കേരളം നമ്പർ 1 ആണ് എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും പത്രമാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നുകൊണ്ട് വലിയ രീതിയിൽ പ്രസ്താവനകൾ നടത്തുന്ന ഈ കേരളത്തിൻ്റെ മണ്ണിൽ കൃത്യസമയത്ത് കൃത്യമായ ചികിത്സ ലഭിക്കാത്തതിൻ്റെ പേരിൽ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ കൈ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുന്ന സമയത്ത് സർവ്വസാധാരണക്കാരന് ആശ്രയമാകേണ്ട സർക്കാർ ആശുപത്രികള് മനുഷ്യന്മാരുടെ ജീവനെടുക്കുന്ന തരത്തിലേക്ക് അധപ്പതിച്ചിരിക്കുകയാണ്. സർക്കാർ ആരോഗ്യമേഖലയിൽ നിരന്തരം വീഴ്ചകൾ സംഭവിച്ച് രോഗികൾ ദുരിതത്തിലാകുമ്പോഴും ആരോഗ്യമന്ത്രി റീലിട്ട് കളിക്കുകയാണെന്നും മരുന്നും ഉപകരണങ്ങളുമില്ലാതെ രോഗികളും വീട്ടുകാരും വലയുമ്പോഴാണ് നമ്പർ 1 തള്ളുമായി ആരോഗ്യമന്ത്രിയും കൂട്ടരും നിരന്തരം പ്രഹസനം നടത്തുന്നതെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു. ആരോഗ്യമന്ത്രിയുടെ നിലപാട് പൊതുജനത്തെ അവഹേളിക്കലാണ്. നെഞ്ചിൽ കേബിൾ വച്ച് തുന്നിക്കെട്ടിയതുമൂലം ഒരു വീട്ടമ്മ ദുരിതം അനുഭവിക്കുകയാണ്. ഏതാനും ദിവസം മുമ്പാണ് അനുമതിയില്ലാതെ ഒരു വീട്ടമ്മയുടെ വിരലുകൾ മുറിച്ചുമാറ്റിയത്. പല്ലശന ഒഴിവുപാറ 9 വയസ്സുകാരി വിനോദിനിയുടെ കൈ നഷ്ടപ്പെടുത്താനിടയാക്കിയ സംഭവത്തിൽ കുറ്റക്കാരെ രക്ഷിക്കാനാണ് ആരോഗ്യവകുപ്പ് ശ്രമിക്കുന്നത്. സേവനമില്ലാത്ത ആരോഗ്യമേഖല പിരിച്ചുവിടണമെന്നും പ്രശാന്ത് ശിവൻ ആവശ്യപ്പെട്ടു. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് അമൃതാനന്ദ് അധ്യക്ഷത വഹിച്ചു. നിർമ്മൽ, അച്യുതാനന്ദ്, വിനീഷ് എന്നിവർ നേതൃത്വം നൽകി. DMO ഓഫീസ് ഉപരോധിക്കാൻ ശ്രമിച്ച യുവമോർച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. നഗരസഭയുടെ സമീപത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ പോലീസ് തടഞ്ഞു. നഗരസഭാ സമീപത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ജില്ലാ വൈസ് പ്രസിഡന്റ് റിയാസ് ഖാലിദ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അടിസ്ഥാന ജനവിഭാഗങ്ങൾ ആശ്രയിക്കുന്ന ജില്ലാ ആശുപത്രിയാണ് പാലക്കാട്ടേത്. എന്നാൽ ചികിത്സാരംഗത്തും അടിസ്ഥാന സൗകര്യ മേഖലകളിലും വേണ്ടത്ര ശ്രദ്ധയും പരിഗണനയും പാലക്കാട് ജില്ലാ ആശുപത്രിക്ക് ലഭിക്കുന്നില്ല. സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പിലെ കുത്തഴിഞ്ഞ അവസ്ഥയാണ് ജില്ലാ ആശുപത്രിയിലേതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണമെന്നും റിയാസ് ഖാലിദ് പറഞ്ഞു. കൊണ്ടാണ് വെൽഫെയർ പാർട്ടി പ്രവർത്തകർ ഈ കാവ്യത്തിന് മുമ്പിൽ എത്തിയത്. ഇപ്പോൾ ഒരു ആംബുലൻസ് പോയി 108 ആംബുലൻസ്, അതിൽ നിന്ന് രോഗി ഇറക്കി കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോകാൻ ഡ്രൈവർ തന്നെ ഇറങ്ങി വണ്ടി അന്വേഷിച്ച് നടക്കുക, 2 വീലർ വീൽ ചെയർ അന്വേഷിച്ച് നടക്കുക. നമ്മളകത്ത് പോയി വീൽ ചെയർ എടുത്ത് കൊടുപ്പോൾ പറയാം മറ്റാളുകൾ സഹായിക്കാനില്ല. അതിനേക്കാൾ അത്യാസന്നമായ രോഗി വന്നാൽ ആംബുലൻസ് നിൽക്കുന്നതോടെ ഇറങ്ങി പോകാൻ പറ്റില്ല. കെടുകാര്യസ്ഥതയുടെ പര്യായമാണ്. അവിടെ പോസ്റ്റ് എഴുതി ഒട്ടിയിട്ടുണ്ട്, ആരോഗ്യ പ്രവർത്തകരുടെ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് 2023 പോസ്റ്റ്. ആരോഗ്യ പ്രവർത്തകർക്ക് സംരക്ഷണം വേണം. തെറ്റായ ചികിത്സ കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും ഇരകളാക്കപ്പെടുന്നവരെ സംരക്ഷണമെന്ന് ഒരു പോസ്റ്റ് ആരും എഴുതി ഒട്ടിയിട്ടില്ല. സാധാരണക്കാർക്കല്ലേ വേണ്ടത്. ഇന്ത്യയിലെ തന്നെ പ്രഥമ സംവിധാനമായ മെഡിക്കൽ കോളേജ് അവിടെ ഒട്ടിയ ടൈൽസ് പോലെ വളർന്നു വീണുകൊണ്ടിരിക്കുക. നഗരസഭാ കൗൺസിലറും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായ M. സുലൈമാൻ, ജില്ലാ സെക്രട്ടറി ബാബു തരൂർ, മണ്ഡലം പ്രസിഡന്റ് ഹാജ ഹുസൈൻ, മണ്ഡലം സെക്രട്ടറി അബ്ദുൽ ഹക്കീം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ശബരിമല കേന്ദ്രീകരിച്ച് അധോലോക സംഘവും ഉപജാപക സംഘവും പ്രവർത്തിക്കുന്നുവെന്നും സ്വർണ്ണപ്പാളി വിഷയത്തിൽ CBI അന്വേഷണം വേണമെന്നും കുമ്മനം രാജശേഖരൻ. ഭക്തജനങ്ങൾ വ്രണിത ഹൃദയരാണെന്നും അയ്യപ്പ സംഗമം നടത്തിയ സർക്കാർ ഇക്കാര്യത്തിൽ ഒന്നും മിണ്ടാത്തത് എന്താണെന്നും കുമ്മനം. സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ടവരെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും രാജിവെക്കണമെന്നും കുമ്മനം രാജശേഖരൻ തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 2019 ശേഷം എന്ത് സംഭവിച്ചു എന്ന് വ്യക്തമാക്കണം. ഭക്തജനങ്ങൾ വ്രണിത ഹൃദയരാണ്. അയ്യപ്പ സംഗമം നടത്തിയ സർക്കാർ ഇക്കാര്യത്തിൽ മിണ്ടാത്തത് എന്താണ്? അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും കമ്മീഷണറെയും വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യാത്തത് എന്താണെന്ന് കുമ്മനം രാജശേഖരൻ ചോദിച്ചു. നേരത്തെ ക്ഷേത്രത്തിൽ ഗോളക 40 വർഷം വാറണ്ടിയോടുകൂടി നൽകിയതാണ്. 6 വർഷം കഴിയുമ്പോഴേക്കും മാറ്റേണ്ടി വന്നു. ഇതുമായി ബന്ധപ്പെട്ടവരെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം. വീണ്ടും അവർക്ക് തന്നെ ദേവസ്വം അവസരം നൽകി. സംഗമം നടത്തിയപ്പോൾ വാദോരാതെ അതേക്കുറിച്ചൊക്കെ പ്രസംഗിച്ച് നടന്നല്ലോ. ഇതിൻ്റെ ഖ്യാതിയെക്കുറിച്ച്, ആഗോളതലത്തിൽ ശബരിമല ക്ഷേത്രത്തിൻ്റെ പ്രശസ്തിയെ കൊണ്ടുവരുന്നതിനെക്കുറിച്ച്, ആ അയ്യപ്പ ഭക്തന്മാരുടെ വിശ്വാസത്തെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് ഒക്കെ പറഞ്ഞ ആളാണല്ലോ. എന്താ ഇപ്പോഴൊന്നും മിണ്ടാത്തത് എന്താണ്? എന്തുകൊണ്ട് അന്നത്തെ ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും കമ്മീഷണറെയും അതുപോലുള്ളവരെയൊക്കെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ഈ കാര്യത്തെക്കുറിച്ച് സർക്കാരിൻ്റെ വിശദീകരണം എന്താണ് എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? ഇനി അതിനുശേഷം അവിടെ 2019 ഒരു സ്വർണ്ണ പൂശി എന്ന് പറയുന്ന ഒരു ഗോളക സ്ഥാപിക്കുകയുണ്ടായി.
ഒരു ആവരണം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ 40 വർഷത്തെ ഗ്യാരൻറ്റിയോടുകൂടിയാണ് സ്ഥാപിച്ചത്. 40 വർഷത്തെ ഗ്യാരൻറ്റിയോടുകൂടി സ്ഥാപിച്ചിട്ട് 6 വർഷത്തിന് ശേഷം അത് അവിടെ നിന്ന് ഇളക്കി മാറ്റേണ്ടി വന്നു. അതിൻ്റെ അർത്ഥം അത് തന്ന ആ സ്മാർട്ട് ക്രിയേഷൻസ് അവരെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തേണ്ടതാണ്. അതുപോലെ തന്നെ അന്ന് കൊണ്ടുപോയി എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തേണ്ടതാണ്. കാരണം രണ്ടുപേരും അതിൻ്റെ ഉത്തരവാദികളാണ്. പക്ഷേ എന്താ സംഭവിച്ചത്? 2025 സെപ്റ്റംബർ മാസം അതേ ആളുകൾക്ക് തന്നെ കൊടുക്കുകയാണ്. നിങ്ങൾ കൊണ്ടുപോയി പുനർനിർമ്മിച്ച് കൊണ്ടുവരാൻ. ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും രാജിവെക്കണമെന്നും കുമ്മനം രാജശേഖരൻ ആവശ്യപ്പെട്ടു. അന്വേഷണം CBIക്ക് വിട്ടുകൊടുക്കണം. ഇതിനായി സർക്കാർ ശുപാർശ ചെയ്യണം. സംസ്ഥാനത്തിന് പുറത്തു ബന്ധമുള്ള ശക്തികൾ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും CBI അന്വേഷണം വേണമെന്നുമാണ് BJP ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ശബരിമല സ്വർണ്ണപ്പാളി മോഷണം പോയ സംഭവം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് MT രമേശ്. സംഭവത്തിൽ ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡിന്റെയും മന്ത്രിയുടെയും വിശദീകരണങ്ങൾ വിശ്വസിക്കാൻ കൊള്ളാത്തതെന്നും MT രമേശ് പറഞ്ഞു. വലിയ അഴിമതിയാണ് ഇതിൽ നടന്നിട്ടുള്ളതെന്നും ദുരൂഹതകൾ പുറത്തു കൊണ്ടുവരണമെന്നും MT രമേശ് ഒറ്റപ്പാലത്ത് ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് MT രമേശ് പറഞ്ഞു. ദേവസ്വം ബോർഡിന്റെയും മന്ത്രിയുടെയും വിശദീകരണങ്ങൾ വിശ്വസിക്കാൻ കഴിയില്ല. ദുരൂഹതകൾ പുറത്തു കൊണ്ടുവരണം. വലിയ അഴിമതിയാണ് ഇതിൽ നടന്നിട്ടുള്ളത്. അയ്യപ്പൻ്റെ സ്വസ്ഥതകളാണ് കൊള്ളയടിച്ചിട്ടുള്ളത്. കേന്ദ്ര ഏജൻസി ഇടപെടണമെന്നും MT രമേശ് ആവശ്യപ്പെട്ടു. ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുടെ മോഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നുള്ള നിലപാടാണ് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ദേവസ്വം വകുപ്പ് മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും രാജിവെക്കണം. ഒരു വലിയ ക്രിമിനൽ ഗൂഢാലോചന ഈ കാര്യത്തിൽ നടന്നിട്ടുണ്ട്. ദേവസ്വം ബോർഡിൻ്റെയോ ദേവസ്വം ബോർഡ് മന്ത്രിയുടെയോ വിശദീകരണമൊന്നും പ്രഥമദൃഷ്ടിയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതല്ല. ഒരുപാട് ദുരൂഹതകളുണ്ട്. ആ ദുരൂഹതകൾ പുറത്തുവിടണം. ഇത് ഒരു കേസ് മാത്രമല്ല, ഇതുമായി ഇപ്പോൾ ചില ധാരാളം വിഷയങ്ങൾ ശബരിമലയിലുണ്ട്. വലിയ അഴിമതിയാണ് നടന്നിട്ടുള്ളത്. അയ്യപ്പൻ്റെ സ്വത്തുവകകളാണ് കൊള്ളയടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കൊള്ളയെക്കുറിച്ചും അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ജനങ്ങൾക്ക് അറിയാൻ ബാധ്യതയുണ്ട്. അതുകൊണ്ട് കേന്ദ്ര ഏജൻസി ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തണം എന്നതാണ് BJP സ്വീകരിച്ച നിലപാട്. ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ പ്രത്യക്ഷ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി പോകും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പാലക്കാട് DCC ഓഫീസ് നിർമ്മാണത്തിന് ഭൂമി വാങ്ങിയതിൽ വൻ അഴിമതിയെന്ന് പാലക്കാട് നഗരസഭാ ചെയർമാനും BJP സംസ്ഥാന ട്രഷററുമായ E. കൃഷ്ണദാസ്. ഇതിനു പിന്നിൽ സാമ്പത്തിക തട്ടിപ്പെന്നും കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം വേണമെന്നും നഗരസഭാ വൈസ് ചെയർമാൻ പറഞ്ഞു. 2022 DCC പ്രസിഡന്റ് 65 സെന്റ് സ്ഥലം കരാർ ചെയ്തത് സെന്റിന് 5 ലക്ഷം രൂപയ്ക്കാണ്. 2024 ഈ ഭൂമി 2 പേർക്ക് 2.5 ലക്ഷം രൂപയ്ക്ക് വിറ്റു. കരാർ ചെയ്ത ഭൂമി 2 വർഷശേഷം കുറഞ്ഞ വിലയ്ക്ക് വിറ്റു. ഇതിനു പിന്നിൽ സാമ്പത്തിക വെട്ടിപ്പാണ്. കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം വേണം. പാർട്ടി ഓഫീസിന് വേണ്ടി സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് ക്രമവിരുദ്ധമായി പണം നൽകിയതായി സംശയമുണ്ട്. വിഷയം സഹകരണ രജിസ്ട്രാറും വിജിലൻസും അന്വേഷിക്കണമെന്നും കൃഷ്ണദാസ് പറഞ്ഞു. 65 സെന്റ് സ്ഥലം ഒരു സെന്റിന് 5 ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കാം എന്ന് കരാർ ചെയ്യുകയും 2024 ഈ 65 സെന്റ് സ്ഥലത്തിൽ നിന്ന് 35 സെന്റ് സ്ഥലം 2 പേർക്കായി 2.5 ലക്ഷം രൂപയ്ക്കാണ് വിറ്റിരിക്കുന്നത്. ഇപ്പൊ സ്വാഭാവികമായിട്ടും കേരളത്തിൽ പ്രത്യേകിച്ച് കാലം കഴിയുന്തോറും ഭൂമിയുടെ വില വർദ്ധിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. യുക്തിക്ക് നമ്മൾ ഒരു യുക്തി വെച്ച് ആലോചിക്കുമ്പോഴും 5 ലക്ഷം എന്നുള്ളത് സ്വാഭാവികമായിട്ടും 2 വർഷം കഴിയുന്ന സമയത്ത് അത് വില കൂടാനേ സാധ്യതയുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് 2 വർഷം കഴിഞ്ഞിട്ട് പകുതി വിലയ്ക്ക് വിറ്റതായിട്ടാണ് കാണുന്നത്. കരാർ ചെയ്ത ഭൂമിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ നേതൃത്വം അവര് കരാർ ചെയ്ത ഭൂമി 2.5 ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്ന സമയത്ത് ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് സ്വാഭാവികമായിട്ടും പറയാൻ സാധിക്കുകയില്ല. അപ്പൊ ഈ കരാറിൽ 5 ലക്ഷം രൂപ എന്ന് എഴുതിയത് ഇൻഫ്ലേറ്റ് ചെയ്ത സംഖ്യയാണോ എന്ന് പരിശോധിക്കേണ്ട വിഷയമാണ്. അതായത് 50 പൈസ വിലയുള്ള സാധനം കരാർ എഴുതുന്ന സമയത്ത് തന്നെ അത് 1 രൂപയാണ് അതിന്റെ വില എന്ന് കരാറിൽ കാണിച്ച് വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചു പോയാൽ അവരെ കുറ്റം പറയാൻ സാധിക്കുകയില്ല. ഇതാണ് DCC പ്രസിഡന്റ് എഴുതിയ കരാറിന്റെ പകർപ്പ്. ഇതിലാണ് 1 സെന്റിന് 5 ലക്ഷം രൂപയ്ക്ക് കരാർ ചെയ്ത രേഖ. ഈ രേഖ 2022 ഉണ്ടാക്കിയ ശേഷം 2024 2 ആധാരങ്ങളായിട്ട്, അതായത് പാലക്കാട് സബ് രജിസ്ട്രാർ ഓഫീസിന്റെ
ഡോക്യുമെന്റ് നമ്പർ 3513/2024 അതേപോലെ തന്നെ ഡോക്യുമെന്റ് 4191/2024 ഓരോ ആധാരത്തിനും 17.5 സെന്റ് വീതം 2.5 ലക്ഷം രൂപയ്ക്കാണ് വിറ്റതായിട്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാട്ടർ അതോറിറ്റിയെ തകർക്കുന്ന നയം സംസ്ഥാന സർക്കാർ തിരുത്തണമെന്ന് വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ. വാട്ടർ അതോറിറ്റിയെ ലാഭത്തിലാക്കാനുള്ള പദ്ധതികൾ സർക്കാർ അട്ടിമറിച്ചെന്നും യൂണിയൻ നേതാക്കൾ പറഞ്ഞു. വാട്ടർ അതോറിറ്റിയെ ADBക്ക് പണയപ്പെടുത്തുന്നതിന്റെ ബാധ്യത ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കപ്പെടുമെന്നും യൂണിയൻ പ്രസിഡന്റ് MM ജോർജ് പാലക്കാട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ നയങ്ങൾ ഏറെ വൈകാതെ വാട്ടർ അതോറിറ്റിയെയും KSRTC പോലെയാക്കുന്നതാണ്. കേന്ദ്ര സർക്കാർ 50% തുകയും 25% കേരള സർക്കാരും 15% തദ്ദേശ സ്ഥാപനങ്ങളും 10% ഗുണഭോക്താക്കളും എടുത്ത് നടപ്പിലാക്കേണ്ട ജൽജീവൻ മിഷൻ പദ്ധതിക്കായി നടത്തിപ്പുകാർ മാത്രമായ വാട്ടർ അതോറിറ്റിയോട് 8,863 കോടി രൂപ കടമെടുക്കാനാണ് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഡാമുകൾ ഉൾപ്പെടെ പല മേഖലകളും സർക്കാർ സ്വകാര്യ കമ്പനിക്ക് നൽകിക്കഴിഞ്ഞു. വാട്ടർ അതോറിറ്റിയെ ലാഭകരമാക്കാനുള്ള പദ്ധതികൾ ഉപേക്ഷിച്ച് സ്വകാര്യവൽക്കരണം നടപ്പിലാക്കുന്നതിലൂടെ ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടാക്കനിയാകും. വാട്ടർ അതോറിറ്റിക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ നൽകാനുള്ള ബിൽ തുകയായ 1,200 കോടിയോളമാണ് സർക്കാർ നിയമത്തിലൂടെ പിടിച്ചെടുത്തത്. മറ്റു സംസ്ഥാനങ്ങൾ വാട്ടർ അതോറിറ്റിക്ക് വൈദ്യുതി ഉപയോഗത്തിന് കാർഷിക നിരക്ക് ഈടാക്കുമ്പോൾ കേരളം വ്യവസായ നിരക്കാണ് ഈടാക്കുന്നത്. ഇതും വാട്ടർ അതോറിറ്റിയുടെ തകർച്ചയ്ക്ക് ഇടയാക്കുന്നതാണ്. വാട്ടർ അതോറിറ്റിക്ക് കരാറുകാർക്ക് പണം നൽകാൻ കഴിയാത്തതുകൊണ്ട് പല പദ്ധതികളും നിലച്ച മട്ടാണ്. കുടിവെള്ള വിതരണം സ്വകാര്യ കമ്പനികളെ ഏൽപ്പിക്കുന്ന സർക്കാർ നയം വാട്ടർ അതോറിറ്റിയെ അപ്പാടെ തകർക്കുന്നതാണ്. പലപ്പോഴും പല കാര്യങ്ങളും പുറത്തു വരുന്നില്ല. വാട്ടർ അതോറിറ്റി ലാഭത്തിലാക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന നിരവധി പദ്ധതികൾ മറ്റ് സ്ഥാപനങ്ങൾ വിട്ടുകൊടുക്കുകയാണ്. 19 കോടി രൂപ മുടക്കി അരുവിക്കരയിൽ ആരംഭം കുറിച്ച കുപ്പിവെള്ള ഫാക്ടറി വാട്ടർ അതോറിറ്റി ഫാക്ടറി കമ്പനിയായിരുന്നു. അത് വിട്ടുകൊടുത്തു. കിടക്കുന്ന പറഞ്ഞ സ്ഥാപനത്തിൽ വിട്ടുകൊടുത്തു 16 കോടി. അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ ഞാൻ ആദ്യം സൂചിപ്പിച്ച് 25 കിലോഗ്രാം 1000 ലിറ്റർ വെള്ളം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 25 രൂപ ചെലവ് വരുമ്പോൾ 14 രൂപ 40 പൈസ മാത്രമാണ് വാട്ടർ അതോറിറ്റിക്ക് വാട്ടർ ചാർജ് കിട്ടുന്നത്. ബാക്കിയുള്ള പൈസ എന്ത് ചെയ്യും? വാട്ടർ അതോറിറ്റി ബാധിക്കുന്നതിൽ ഇത് നാളെ ജനങ്ങളെയാണ് ബാധിക്കാൻ പോകുന്നത്. വാട്ടർ അതോറിറ്റി ലിമിറ്റ് ചെയ്യപ്പെട്ടാൽ, സൈഡ് ലൈൻ ചെയ്യപ്പെട്ടാൽ, ദുർബലപ്പെട്ടാൽ അതിന് ദുരന്തം എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം കിട്ടുന്നത് കേരളത്തിലാണ്. ആ കിട്ടുന്ന സാഹചര്യം ഉരുവാക്കപ്പെടാൻ പോവുകയാണ്. അതില്ലാതാകാൻ പോവുക. അതിന്റെ സൂചനയാണ് ഈ ലോൺ എടുത്ത് ഈ സ്ഥാപനം വലിയ പ്രതിസന്ധിയിലേക്ക് പോകാൻ പോവുകയാണ്. ആ ലോൺ ADB ഉൾപ്പെടെയുള്ളവയിൽ നിന്ന് ലോണെടുത്ത് പദ്ധതികൾ നടപ്പിലാക്കുന്നത് ഇടതു നയത്തിന് തന്നെ വിരുദ്ധമാണ്. വാട്ടർ അതോറിറ്റിയെ തകർക്കുന്ന സർക്കാർ നയങ്ങൾ വിശകലനം ചെയ്യുന്നതിനും പ്രക്ഷോഭത്തിന് രൂപം നൽകാനുമായി ലീഡേഴ്സ് മീറ്റ് 5-6 തീയതികളിൽ മലമ്പുഴയിൽ നടക്കുമെന്നും MM ജോർജ് പറഞ്ഞു. ജനറൽ സെക്രട്ടറി ഹസൻ S, KM അനീഷ്, ജില്ലാ പ്രസിഡന്റ് M രാധാകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി യൂസഫ്, K സുന്ദരൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് മോയൻ സ്കൂൾ ഡിജിറ്റലൈസേഷൻ പദ്ധതി ഉപേക്ഷിക്കാനുള്ള നീക്കത്തിനെതിരെയും ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണം പൂർത്തിയാക്കാത്തതിനെതിരെയും BJP പ്രക്ഷോഭം ആരംഭിക്കും. 2 പദ്ധതികളുടെയും നിശ്ചലാവസ്ഥയ്ക്ക് കാരണം പാലക്കാടിന്റെ ജനപ്രതിനിധികളെന്ന് ആരോപണം. 2010 ആരംഭിച്ച ഇൻഡോർ സ്റ്റേഡിയം പദ്ധതി എങ്ങുമെത്താത്തതിന് പിന്നിൽ സർക്കാരിന്റെയും ജനപ്രതിനിധികളുടെയും ഉത്തരവാദിത്വമില്ലായ്മയാണെന്ന് നേതാക്കൾ പാലക്കാട് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. 2015 ആരംഭിച്ച മോയൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റലൈസേഷന് 10 വർഷത്തിനകത്ത് 8 കോടി രൂപ ചെലവഴിച്ചെങ്കിലും പദ്ധതി പൂർത്തിയാക്കാനായില്ല. പദ്ധതിക്കായി വാങ്ങിക്കൂട്ടിയ ലക്ഷങ്ങളുടെ പ്രൊജക്ടറുകൾ, ക്യാമറകൾ, അനുബന്ധ ഉപകരണങ്ങൾ ഉൾപ്പെടെ ക്ലാസ് മുറികളിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. AI സാങ്കേതികവിദ്യയും വെർച്വൽ സാങ്കേതികവിദ്യയും പഠനമുറികളിൽ സജീവമാകുമ്പോഴാണ് മോയൻസിലെ ഡിജിറ്റൽ പദ്ധതി 10 വർഷമായിട്ടും എങ്ങുമെത്താതിരിക്കുന്നത്. സർക്കാർ അടിക്കടി മാറ്റുന്ന നയങ്ങളും ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്വമില്ലായ്മയുമാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥിനികൾ പഠിക്കുന്ന വിദ്യാലയത്തിനെ പുറകോട്ടടിച്ചത്. 13 കോടി എസ്റ്റിമേറ്റ് തയ്യാറാക്കി 2010 ആരംഭിച്ച ഇൻഡോർ സ്റ്റേഡിയം പദ്ധതി എങ്ങുമെത്താത്തതിന് പിന്നിലും സർക്കാരിന്റെയും ജനപ്രതിനിധികളുടെയും ഉത്തരവാദിത്വമില്ലായ്മയാണ്. MP, MLA മാർ, ജില്ലാ പഞ്ചായത്ത്, കായിക വകുപ്പ് ഉൾപ്പെടെ ഫണ്ട് അനുവദിച്ചിട്ടും ഇൻഡോർ സ്റ്റേഡിയം പൂർത്തിയാകാത്തത് എന്തുകൊണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കണം. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ഇൻഡോർ സ്റ്റേഡിയം പൂർത്തിയാക്കുമെന്ന് കായികമന്ത്രി പ്രഖ്യാപിച്ച കാലങ്ങളായെങ്കിലും ഒരു ഇഷ്ടിക പോലും വെച്ചിട്ടില്ല. പണി പൂർത്തിയാകാത്ത സ്റ്റേഡിയം റൂമുകൾ വാടകയ്ക്ക് കൊടുത്ത വകയിൽ കോടികളും സ്റ്റേഡിയം വാടകയ്ക്ക് കൊടുത്ത വകയിൽ ലക്ഷങ്ങൾ കിട്ടിയിട്ടും അധികൃതർ കാണിക്കുന്നത് ഉത്തരവാദിത്വമില്ലായ്മയാണ്. ഇൻഡോർ സ്റ്റേഡിയം നടത്തിപ്പിനായി രൂപീകരിച്ച സൊസൈറ്റി പിരിച്ചുവിടുകയും അന്വേഷണം നടത്തുകയും വേണം. പാലക്കാടിന്റെ അഭിമാന പദ്ധതികൾ തകർത്തവർക്കെതിരെ പ്രക്ഷോഭം ആരംഭിക്കും. കിഫ്ബി ഫണ്ട് ചെലവഴിക്കാൻ സാധിക്കില്ല എന്ന ഒരു സാങ്കേതികമായിട്ടുള്ള ഒരു പ്രശ്നമാണ്, ഒരു വല്ല തർക്കമാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കാനുള്ള ഒരു തടസ്സം നിൽക്കുന്നത്. ഇത് പരിഹരിക്കുവാൻ വേണ്ടി ഈ ഇൻഡോർ സ്റ്റേഡിയം സൊസൈറ്റി പിരിച്ചുവിട്ടുകൊണ്ട് ഇൻഡോർ സ്റ്റേഡിയം പൂർണ്ണമായി സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് BJP പാലക്കാട് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെടുന്നത്.
നവരാത്രി മഹോത്സവത്തിന് സംഘടിപ്പിച്ച ബൊമ്മക്കോലു മത്സരത്തിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനം നവംബർ 10 നടത്തുമെന്നും ശശികുമാർ പറഞ്ഞു. മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ മിലൻ RG, അശോക് R, സ്പോർട്സ് സെൽ സംസ്ഥാന കോർഡിനേറ്റർ നവീൻ വടക്കന്തറ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിൽ കുടുംബശ്രീ മിഷൻ സംഘടിപ്പിക്കുന്ന 13ാമത് ദേശീയ സരസ് മേള ജനുവരി 2 മുതൽ 11 വരെ തൃത്താലയിൽ നടക്കുമെന്ന് മന്ത്രി MP രാജേഷ്. 10 ദിവസങ്ങളിലായി വിവിധ സംസ്ഥാനങ്ങളിലെ ഗ്രാമീണ സംരംഭകർ ഉത്പാദിപ്പിക്കുന്ന വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന 250 സ്റ്റാളുകൾ മേളയിൽ സജ്ജീകരിക്കും. സരസ് മേളയോടനുബന്ധിച്ച് ചാലിശ്ശേരിയിൽ സംഘടിപ്പിച്ച സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തൃത്താലയിലുള്ള ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ചതുകൊണ്ടാണ് തൃത്താലയിൽ നടത്തുന്നതെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി MP രാജേഷ് പറഞ്ഞു. ചാലിശ്ശേരി അൻസാരി കൺവെൻഷൻ സെന്ററിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജനങ്ങൾ സംഘാടകരായി പുതിയ മാതൃക സൃഷ്ടിക്കുന്ന ഒന്നാകണം തൃത്താല സരസ് മേളയെന്നും സംഘടനത്തിൽ തൃത്താലയുടെ തനിമ പ്രതിഫലിപ്പിക്കാൻ കഴിയണമെന്നും മന്ത്രി പറഞ്ഞു. ഇതിനു മുമ്പ് സരസ് മേള നടന്നിട്ടുള്ളത്, മിക്കവാറും സരസ് മേളകളെല്ലാം നടന്നിട്ടുള്ളത് വലിയ നഗരങ്ങളിലാണ്. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, തൃശ്ശൂർ, ഇങ്ങനെ പല നഗരങ്ങളിലായിട്ടാണ് സരസ് മേളകളെല്ലാം നടന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷം നടന്നതും നഗരമാണ്, ചെങ്ങന്നൂരിലാണ്, മുനിസിപ്പാലിറ്റിയാണ്. മധ്യ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട നഗരമായിട്ടുള്ള ചെങ്ങന്നൂരിലാണ് നടന്നത്. അപ്പോൾ തൃത്താല പോലെ ഒരു ഗ്രാമീണ പ്രദേശത്ത് ആദ്യമായി സരസ് മേള സംഘടിപ്പിക്കാൻ ഉള്ള ധൈര്യം അത് ഇവിടെ വന്നു ചേർന്നിട്ടുള്ള ഈ നിങ്ങളാണ്. നിങ്ങളിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ടാണ് സരസ് മേള ഇത്തവണ നാം ഏറ്റെടുത്തിട്ടുള്ളത്. നമുക്കൊരനുഭവമുണ്ട് തദ്ദേശ ദിനം അതിഗംഭീരമായി നടത്തിയതിൻ്റെ. തദ്ദേശ ദിനം ആചരിക്കുന്നതിൻ്റെ, അത് ആഘോഷിക്കുന്നതിൻ്റെ സ്വഭാവം തന്നെ മാറ്റിമറിച്ചത് തൃത്താലയിലെ തദ്ദേശ ദിനമായി. അതിനു മുമ്പൊക്കെ നടന്നുകൊണ്ടിരുന്നത് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ അല്ലെങ്കിൽ മൂന്നാർ പോലൊരു കേന്ദ്രത്തിൽ ജനപ്രതിനിധികളെല്ലാം വന്നു ചേർന്ന് ഒരു ദിവസം മീറ്റിംഗും പ്രസംഗവുമായിട്ട് പിരിഞ്ഞു പോവുക എന്നതാണ്. എന്നാൽ തദ്ദേശ ദിനം ആരും അറിയാതെ ജനപ്രതിനിധികൾ മാത്രം പങ്കെടുത്തുകൊണ്ട് നടത്തുന്ന പതിവിന് വിരാമമായത് ജനങ്ങളാകെ പങ്കെടുക്കുന്ന ജനകീയ ഉത്സവമാക്കി മാറ്റിയത്, ആ മാതൃക സൃഷ്ടിച്ചത് തൃത്താലയാണ്. 10 ദിവസങ്ങളിലായി വിവിധ സംസ്ഥാനങ്ങളിലെ ഗ്രാമീണ സംരംഭകർ ഉത്പാദിപ്പിക്കുന്ന വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന 250-ലധികം വിപണന സ്റ്റാളുകൾ മേളയിൽ സജ്ജീകരിക്കും. ഇന്ത്യയിൽ നിന്ന് 90 സ്റ്റാളുകൾ, ഗ്രാമവികസന വകുപ്പിന്റെ 30 സ്റ്റാളുകൾ, കുടുംബശ്രീ ജില്ലാ മിഷന്റെ തെരഞ്ഞെടുത്ത 130 സ്റ്റാളുകൾ, ഇതര സംസ്ഥാനങ്ങളിലെ രുചിവൈവിധ്യം വിളമ്പുന്നതുൾപ്പെടെ 25 ഫുഡ് കോർട്ടുകൾ, കലാസാംസ്കാരിക രംഗത്തെ പ്രഗത്ഭർ പങ്കെടുക്കുന്ന കലാപരിപാടികൾ, വിവിധ വിഷയങ്ങളെ അധികരിച്ചുള്ള സെമിനാറുകൾ, പ്രാദേശിക കലാപരിപാടികൾ എന്നിവയെല്ലാം മേളയുടെ ഭാഗമായി ഉണ്ടായിരിക്കും. സരസ് മേള ലക്ഷ്യമിട്ട് സുസ്ഥിര തൃത്താല പദ്ധതിയും കുടുംബശ്രീയും സംയോജിപ്പിച്ച് തൃത്താലയിൽ 250 ഏക്കറിൽ പച്ചക്കറി കൃഷി നടത്തും. പച്ചക്കറികൾ വിറ്റഴിക്കാൻ പ്രത്യേക സ്റ്റാളുകളും ക്രമീകരിക്കും. സരസ് മേള ജനകീയമാക്കുന്നതിനായി ഒക്ടോബർ 25-26 തീയതികളിലായി ഗൃഹസന്ദർശനം നടത്തി സരസ് മേളയുടെ വരവ് ജനങ്ങളിലെത്തിക്കും. CDS, ADS തലത്തിൽ പ്രാദേശിക സംഘാടക സമിതികളും രൂപീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. എൻലൈറ്റ്, കുടുംബശ്രീ, എക്സൈസ് വകുപ്പ് എന്നിവയുടെ സംയുക്ത സഹകരണത്തോടെ നവംബർ 2 മുതൽ 9 വരെ 5 അയൽക്കൂട്ടങ്ങളിൽ 1 എന്ന നിലയിൽ ലഹരി വിരുദ്ധ വീട്ടുമുറ്റ സദസ്സ് സംഘടിപ്പിക്കും. വീട് വീടാന്തരം ലഹരിക്കെതിരെ സന്ദേശം നൽകും. ഡിസംബറിൽ 1 ലക്ഷം പേരെ പങ്കെടുപ്പിക്കുന്ന പ്രൊഫൈൽ പിക്ചർ ക്യാമ്പയിനും മേളയുടെ ഭാഗമായി നടക്കും. സരസ് മേളയെ വരവേൽക്കാൻ വൃത്തിയുള്ള തൃത്താല എന്ന സന്ദേശമുയർത്തി ശുചീകരണ സൗന്ദര്യവൽക്കരണ ക്യാമ്പയിനും മത്സരവും സംഘടിപ്പിക്കും. ഡിസംബർ 28-ന് ഏകദിന ശുചീകരണ യജ്ഞവും നടത്തും. മന്ത്രി K. കൃഷ്ണൻകുട്ടി, MP-മാരായ അബ്ദുസമദ് സമദാനി, K. രാധാകൃഷ്ണൻ, V. K. ശ്രീകണ്ഠൻ എന്നിവരെ രക്ഷാധികാരികളായും മന്ത്രി MP രാജേഷ് ചെയർമാനും പാലക്കാട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി കൺവീനറുമായ സംഘാടക സമിതിക്ക് യോഗം രൂപം നൽകി. 17 സബ് കമ്മിറ്റികളും രൂപീകരിച്ചു. യോഗത്തിൽ P. മമ്മിക്കുട്ടി MLA അധ്യക്ഷനായി. ചെറുപ്പുളശ്ശേരി നഗരസഭാ ചെയർമാൻ P. രാമചന്ദ്രൻ, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റജീന, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വിജേഷ് കുട്ടൻ, PK ജയ, VV ബാലചന്ദ്രൻ, ഷറഫുദ്ദീൻ കളത്തിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷാനിബ ടീച്ചർ, പാലക്കാട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി TV അനുപമ, കുടുംബശ്രീ പ്രവർത്തകർ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി സമഗ്ര വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രചോദനമാകുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി. വടനംകുറിശ്ശിയിൽ സംഘടിപ്പിച്ച ഓങ്ങല്ലൂർ പഞ്ചായത്ത് ജ്യോതിസ് ദശവാർഷിക സംഗമം ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ കൂടുതൽ ജനകീയ കൂട്ടായ്മകൾ കൊണ്ടുവരാൻ സാധിച്ചുവെന്ന് മുഹമ്മദ് മുഹ്സിൻ MLA പറഞ്ഞു.
ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ദശവാർഷിക സംഗമം ശനിയാഴ്ച വാടാങ്കുഷിയിലെ ബ്ലൂ ഡയമണ്ട് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. സംഗമം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്തു. ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി സമഗ്ര വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രചോദനമാകുമെന്ന് മന്ത്രി പറഞ്ഞു. പദ്ധതി വിജയമാക്കി സമഗ്ര വിദ്യാഭ്യാസത്തിനായി ശാസ്ത്രം മുതൽ ചരിത്രം, കായികം മുതൽ വായന, ഭാഷാ ശൈലികൾ, കലാസൃഷ്ടികളുടെ പദ്ധതി നടത്തിയ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ കുട്ടികളുടെ ആത്മവിശ്വാസം വളർത്തുകയും സർഗശേഷി വികസിപ്പിക്കുകയും ചെയ്യുന്നു. ഗ്രാമപഞ്ചായത്തുകൾക്ക് വിദ്യാഭ്യാസത്തെ കേന്ദ്രീകരിച്ച് രൂപപ്പെടുത്തിയ ജ്യോതിസ് മാതൃക സംസ്ഥാനത്തെ മറ്റു പഞ്ചായത്തുകൾക്കും പ്രചോദനമാണ്. വിദ്യാഭ്യാസം സർക്കാർ ഉത്തരവാദിത്വം മാത്രമല്ല. ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മുഹമ്മദ് മുസിൻ MLA ഭദ്രദീപം തെളിയിച്ചു. ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ കൂടുതൽ ജനകീയ കൂട്ടായ്മകൾ ഉയർന്നുവരാൻ സാധിച്ചുവെന്ന് MLAയും സൂചിപ്പിച്ചു. ജ്യോതിസ് കോർഡിനേറ്റർ പി നാരായണൻ മാസ്റ്റർ പദ്ധതി വിശദീകരണം നടത്തി. ചടങ്ങിൽ പി നാരായണൻ മാസ്റ്ററെ ആദരിക്കുകയും ചെയ്തു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് TP രജീഷ്, ജലജ ശശികുമാർ, പ്രിയ പ്രശാന്ത്, KT പുഷ്പലത, AN നീരജ്, പ്രസന്ന, ഹസീന ടീച്ചർ, K അശോകൻ, അബ്ദുൽ ഹക്കീം, ശ്രീജിത്ത്, പ്രകാശ്, വാടാങ്കുഷി HM, P ശോഭന തുടങ്ങിയവർ സംസാരിച്ചു. സംഗമത്തിന്റെ ഭാഗമായി വിവിധ സ്കൂളുകളുടെ അവതരണങ്ങൾ ഉണ്ടായിരുന്നു. കൂടാതെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. I'm sorry. He is no more. Oh my God, Auntie. സ്കൂളുകൾക്കുള്ള സ്പോർട്സ് കിറ്റുകളുടെ വിതരണവും ഇതോടനുബന്ധിച്ച് നടന്നു. നിരവധി പേർ സംഗമത്തിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ ഷൊർണൂർ. 2016 ആരംഭിച്ച ഓങ്ങല്ലൂർ പഞ്ചായത്ത് നടപ്പാക്കുന്ന പദ്ധതിയാണ് ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി. സമഗ്ര വിദ്യാഭ്യാസമാണ് പദ്ധതിയുടെ ലക്ഷ്യം. പി നാരായണൻ മാസ്റ്ററാണ് പദ്ധതിക്ക് ചുക്കാൻ പിടിക്കുന്നത്. അക്കാദമികപരമായും ശാസ്ത്രപരമായും ഏറെ ഗുണകരമായ പദ്ധതിയായി മാറിക്കഴിഞ്ഞുവെന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും പറയുന്നു. 2016 തുടക്കം കുറിച്ച് തുടർച്ചയായി ഓങ്ങല്ലൂർ പഞ്ചായത്ത് നടപ്പാക്കി വരുന്ന പദ്ധതിയാണ് ജ്യോതിസ്. 2025 10 വർഷത്തിലെത്തിക്കഴിഞ്ഞു പദ്ധതിയുടെ പ്രവർത്തനം. സമഗ്ര വിദ്യാഭ്യാസമാണ് പദ്ധതിയുടെ ലക്ഷ്യം. പി നാരായണൻ മാസ്റ്ററാണ് പദ്ധതിയുടെ കോർഡിനേറ്റർ. അദ്ദേഹത്തിൻ്റെ ആശയത്തിലാണ് പ്രധാനമായും പദ്ധതി ആരംഭിക്കാനായത്. ദിനാചരണങ്ങൾക്ക് പുതിയ ദിശാബോധം, സ്കൂൾ തല, പഞ്ചായത്ത് തല പ്രവർത്തനങ്ങൾ, ഓരോ വർഷവും പുതുക്കപ്പെടുന്ന ഇനങ്ങൾ, ഓരോ പരിപാടിയിലും രക്ഷിതാക്കൾക്കുള്ള ഇനങ്ങൾ, അധ്യാപകർ പങ്കെടുക്കുന്ന ഇനങ്ങൾ, വിദ്യാലയങ്ങളുടെ അക്കാദമിക, ഭൗതിക, സാമൂഹിക വികസനത്തിന് ഇടപെടലുകൾ എന്നിവയാണ് പദ്ധതിയുടെ ആശയങ്ങൾ. കുട്ടികൾക്ക് കലാപരമായും കായികപരമായും ശാസ്ത്രീയപരമായും ചരിത്രപരമായും എല്ലാ രീതിയിലും വളർച്ചയ്ക്ക് പരിപാടികൾ കൂട്ടിയിണക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പദ്ധതിയെക്കുറിച്ച് കോർഡിനേറ്റർ പി നാരായണൻ മാസ്റ്റർ. 2016 മുതൽ കഴിഞ്ഞ 10 വർഷമായി തുടർച്ചയായി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതൊരു സമഗ്രമായ വിദ്യാഭ്യാസ പരിപാടിയാണ്. കുട്ടികളുടെ കലാപരവും കായികപരവും അതുപോലെ തന്നെ ചരിത്രപരവും ശാസ്ത്രീയവുമായുള്ള എല്ലാ രീതിയിലുമുള്ള വളർച്ചയ്ക്ക് ഉതകുന്ന പരിപാടികളാണ് ഇതിൽ കൂട്ടിയിണക്കിയിട്ടുള്ളത്. വിവിധ സ്കൂളുകളിൽ വെച്ച് വിവിധ പരിപാടികൾക്ക് വേദിയായിട്ടുണ്ട്. ഇംഗ്ലീഷ് ഫെസ്റ്റ് എന്നുള്ള പരിപാടി കഴിഞ്ഞ 10 വർഷവും നടത്തിയ ഒരു പരിപാടിയാണ്. കുട്ടികൾക്ക് രണ്ടാം ഭാഷയായ ഇംഗ്ലീഷ് വളരെ സുഗമമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്നു എന്നാണ് തെളിയിച്ചത്. പഞ്ചായത്ത് തല പരിപാടിക്ക് പുറമെ സ്കൂൾ തല പരിപാടികളും ഇത് നടത്തുകയുണ്ടായി. അതുപോലെ തന്നെ 1000-ഓളം കുട്ടികൾ പങ്കെടുക്കുന്ന പ്രീ പ്രൈമറി അംഗനവാടി സർഗോത്സവം വളരെ ഗംഭീരമായി കഴിഞ്ഞ 10 വർഷവും നടത്തി വരുന്നു. പ്രീ പ്രൈമറി മുതൽ HS വരെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 2 വർഷം കോവിഡ് കാലത്ത് ഓൺലൈൻ വഴി പോലും പരിപാടികൾ നടത്താൻ കഴിഞ്ഞു. വിവിധ സ്കൂളുകൾക്ക് പഠന സാമഗ്രികൾ വിതരണം ചെയ്തു. 1000 പേരെ പങ്കെടുപ്പിച്ച് പ്രീ പ്രൈമറി അംഗനവാടി സർഗോത്സവം 10 വർഷവും നടപ്പാക്കി. ഇത്തരത്തിൽ 10 വർഷം ഇംഗ്ലീഷ് ഫെസ്റ്റും നടത്താൻ സാധിച്ചു. എല്ലാ വർഷവും വിദ്യാഭ്യാസ സംഗമം നടത്തിയാണ് പദ്ധതി അംഗീകരിക്കുന്നത്. പദ്ധതിക്കായി ഓരോ വർഷവും ഗ്രാമപഞ്ചായത്ത് 10 ലക്ഷം രൂപയാണ് വകയിരുത്തുന്നത്. പഞ്ചായത്താണ് പദ്ധതി രൂപീകരണം നടപ്പാക്കുന്നത്. സ്കൂൾ തല ജ്യോതിസ് കോർഡിനേറ്റർ, അക്കാദമിക് സമിതി എന്നിവരും പദ്ധതിയുടെ ഭാഗമാണ്.
വളരെയധികം പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പദ്ധതിയിലൂടെ കഴിഞ്ഞുവെന്ന് അക്കാദമിക് സമിതി കൺവീനർ കൂടിയായ VT ബിന്ദു ടീച്ചറും പറഞ്ഞു. 2016 മുതൽ ജ്യോതിസ് സമഗ്ര വികാസ പദ്ധതിയുമായി ഞാൻ അതിനോടൊപ്പം നാരായണമാഷിനൊപ്പം തന്നെ പ്രവർത്തിക്കാറുണ്ട്. വളരെ അധികം പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു പദ്ധതിയാണിത്. ഇത് വാരണാസി ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ എല്ലാ വിദ്യാലയങ്ങളും 11 വിദ്യാലയങ്ങൾക്കും വളരെയധികം നേട്ടം സാമൂഹികമായും അക്കാദമികമായും ഭൗതികമായും നേട്ടം ഇതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. നിരവധി പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അതിലെടുത്തു പറയേണ്ട ചില പ്രവർത്തനങ്ങൾ നമ്മൾ കുറച്ച് കുട്ടികൾ പഠനത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി കുറച്ച് വായനാ സാമഗ്രികളും പ്രവർത്തന പാക്കേജും ഉണ്ടാക്കി അതിലെ ഓരോ വർഷവും 15 പ്രൊജക്റ്റുകളാണ് നടപ്പാക്കുന്നത്. ഇത്തരത്തിൽ 10 വർഷം കൊണ്ട് 150 പ്രൊജക്റ്റുകൾ നടത്തി. ഈ 20,000-ഓളം കുട്ടികൾ വിവിധ പരിപാടികളായി പങ്കെടുക്കാൻ കഴിഞ്ഞു. അത്തരത്തിൽ അക്കാദമിക് പരമായും ശാസ്ത്രീയപരമായും ചരിത്രപരമായും ഏറെ ഗുണകരമായ പദ്ധതിയായി മാറാൻ കഴിഞ്ഞുവെന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും പറയുന്നു. ന്യൂസ് സെന്റർ ഷൊർണൂർ. തൃശൂർ വടക്കാഞ്ചേരി മാരാത്തുകുന്ന് മങ്കരയിൽ വീടിന്റെ ടെറസിന് മുകളിൽ നിന്ന് കാൽവഴുതി വീണ് 51കാരി മരിച്ചു. മങ്കര കുളങ്ങര വീട്ടിൽ അഷ്റഫിന്റെ ഭാര്യ സഹനയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം ഉച്ചതിരിഞ്ഞായിരുന്നു അപകടം. ടെറസിൽ നിന്ന് കാൽവഴുതി വീണ നിലയിൽ സഹനയെ മകനാണ് ആദ്യം കണ്ടത്. ഉടൻ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ തൃശൂർ. കേരള ഭാഗ്യക്കുറിയുടെ കളർ പ്രിന്റ് നൽകി തട്ടിപ്പ് നടത്തിയ പ്രതിയെ തൃശൂർ വടക്കാഞ്ചേരി പോലീസ് പിടികൂടി. കുന്നംകുളം ഇയാൽ സ്വദേശി സജീഷ് പാഠമാണ് പിടിയിലായത്. ആരോൺ സോപ്പ് കട നടത്തുന്ന ലിജിയാണ് തട്ടിപ്പിന് ഇരയായത്. വ്യാജമായി നിർമ്മിച്ച ലോട്ടറി QR കോഡ് ഉപയോഗിച്ച് സ്കാൻ ചെയ്താണ് സജീഷ് തട്ടിപ്പ് നടത്തിയത്. ലിജിയിൽ നിന്നും 5000 രൂപ വാങ്ങി രക്ഷപ്പെട്ട പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. തൃശൂർ കാട്ടൂരിൽ കഴിഞ്ഞ ദിവസം സമാന രീതിയിൽ നടന്ന തട്ടിപ്പിന് പിന്നിലും സജീഷാണോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ തൃശൂർ. കിഫ്ബി ഫണ്ടിൽ 22 കോടി പദ്ധതി വച്ച് നിർമ്മാണം തുടങ്ങിയ വാണിയംകുളം കോതകുറിശി റോഡ് 8 വർഷം പിന്നിട്ടിട്ടും പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിയാത്തതിൽ അനങ്ങനടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അഷ്റഫ് കാരുകുളം ഉദ്ഘാടനം ചെയ്തു. കോടി പദ്ധതിയിൽ വാണിയംകുളം കോതകുറിശി റോഡ് കിഫ്ബി ഫണ്ട് കൊണ്ടാണ് 2018 നവംബറിൽ അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G. സുധാകരൻ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. എന്നാൽ 8 വർഷം പിന്നിട്ടിട്ടും പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പത്തംകുളം സീഡ് ഫാമിന് സമീപം 2 വർഷം മുന്നേ പൂർത്തിയാക്കിയ കലുങ്കാണ് കോൺക്രീറ്റ് പൊട്ടി വീണ് ഗതാഗതം മുടങ്ങിയത്. പ്രവൃത്തിയിൽ ഒപ്പിട്ട് അംഗീകാരം കൊടുത്ത ഉദ്യോഗസ്ഥരെയും കരാറുകാരനെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അഴിമതി വിജിലൻസിനെ കൊണ്ട് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അനങ്ങനടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചത്. ഈ ഭാഗത്ത് ഇവിടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ബൈക്ക് സെൻട്രൽ തന്നെ റോട്ടിൽ വീണപ്പോൾ എന്താ നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഈ വാർത്ത ഭാഗം കോൺക്രീറ്റ് ഭാഗം കലുകിൻ്റെ പൊട്ടിപ്പൊളിഞ്ഞ് താഴേക്ക് പോയിട്ടൊരവസ്ഥ കണ്ടത്. അത് പെട്ടെന്ന് തന്നെ അധികാരികളെ അറിയിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ രാത്രി തന്നെ കിഫ്ബിയുടെ അധികാരികൾ വന്നുകൊണ്ട് ഇത് പൊളിച്ചു മാറ്റി വർക്ക് ചെയ്യുന്ന രൂപത്തിലേക്ക് കടന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഞങ്ങൾ ആരോപിക്കുന്നത് 2 വർഷം കൊണ്ട് തീരുന്ന അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് തകരുന്ന വർക്ക് ഏത് ഉദ്യോഗസ്ഥരാണ് ഇതിന് 10 കോടി രൂപ അവർക്ക് അനുവദിച്ച് നൽകാനുള്ള സർട്ടിഫൈ ചെയ്തു കൊടുത്തത്? ആ ഉദ്യോഗസ്ഥർക്കും ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തി നടത്തിയിട്ടുള്ള കോൺട്രാക്ടർക്കുമെതിരെ ഒരു വലിയ നിയമ നടപടി തന്നെ ഗവൺമെൻറ് ചെയ്യണമെന്നും അതോടൊപ്പം തന്നെ ഇതൊരു വിജിലൻസ് അന്വേഷണം നടത്തിയിട്ട് ഈ റോഡ് ഇപ്പോഴും 8 കൊല്ലമായിട്ടും വർക്ക് പൂർത്തീകരിക്കാതെ ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്നതിൻ്റെ കാരണം എന്തെന്നും കണ്ടെത്താൻ വേണ്ടി വിജിലൻസിൻ്റെ ഒരു അന്വേഷണം കൂടി വേണമെന്ന് നാഷണൽ കോൺഗ്രസ് കമ്മിറ്റി അനങ്ങനടി മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെടുകയാണ്. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അഷ്റഫ് കെ അധ്യക്ഷത വഹിച്ചു. മുരളീധരൻ, സൽമാൻ നൌഫൽ, അബു സാലിഹ്, രാജു, ചാക്കോ, രാജേഷ് വി, മുഹമ്മദ്, ഷഫീഖ് EP എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള രാജ്യം ഇന്ത്യയാണെന്നും ഇതിനെ തുടർന്ന് കോടിക്കണക്കിന് രൂപയാണ് ഇന്ത്യയിലേക്ക് എത്തുന്നതെന്നും എന്നാൽ പ്രവാസികൾക്ക് ഇന്ത്യ ഗവൺമെൻറ് യാതൊരു ആനുകൂല്യവും നൽകുന്നില്ല എന്നും കേരള പ്രവാസി സംഘം സംസ്ഥാന സെക്രട്ടറി ബാദുഷ കടലുണ്ടി പറഞ്ഞു. കേരള പ്രവാസി സംഘം തൃശൂർ ജില്ലാ സമ്മേളനം ചെറുതുരുത്തിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബാദുഷ.
രാവിലെ നടന്ന പതാക ഉയർത്തൽ മുതിർന്ന പ്രവാസി അംഗം മുഹമ്മദ് മുല്ല നിർവഹിച്ചതോടെയാണ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. ഈ സംഘടനകൾ ലോകത്തിന്റെ മുമ്പിലുണ്ട്. അത്തരം സംഘടനകൾ ITUC പോലെയുള്ള ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ, അങ്ങനെയുള്ള നിരവധിയായ സംഘടനകൾ ഈ നയങ്ങൾക്കെതിരായി കൊണ്ട് വലിയ രീതിയിൽ പ്രതിഷേധിക്കുക. നിങ്ങൾ ആരും നിരാശപ്പെടേണ്ടി വരില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെതിരായിക്കൊണ്ടുള്ള കരുത്തുറ്റ ഒരു ശക്തി ഉയർന്നു വരും. ആ രീതിയിലേക്ക് ലോകത്തെ മഹാഭൂരിപക്ഷവും ആഗ്രഹിക്കുന്നത് സമാധാനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ നയങ്ങൾക്കെതിരായിക്കൊണ്ട് ശക്തമായിട്ടുള്ള ഉയർന്നു വരുമെന്ന് തന്നെയാണ് നമ്മളെപ്പോലെയുള്ള സംഘടനകൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ രാജ്യം നോക്കൂ, നിങ്ങൾ കുടിയേറ്റ കാര്യത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള രാജ്യം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ മനുഷ്യാധ്വാനം കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ്. ജില്ലാ പ്രസിഡന്റ് KV അഷ്റഫ് ഹാജി അധ്യക്ഷത വഹിച്ചു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ, മറ്റു സംസ്ഥാന ജില്ലാ നേതാക്കളായ CK കൃഷ്ണദാസ്, P സൈദാലിക്കുട്ടി, സുലൈഖ ജമാൽ, NB മോഹനൻ, MK ശശിധരൻ, വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ I യൂസഫ്, KP അനിൽ, CR സുധാകരൻ, MM ഹനീഫ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേരള പ്രവാസി സംഘം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് ഒറ്റപ്പാലത്ത് സ്വീകരണം നൽകി. കേന്ദ്ര സർക്കാരിന്റെ പ്രവാസി വിരുദ്ധ നയങ്ങൾക്കെതിരെ പാലക്കാട് നടക്കാനിരിക്കുന്ന രാപ്പകൽ സമരത്തിന്റെ പ്രചരണാർത്ഥമാണ് ജാഥ. കേന്ദ്ര സർക്കാരിന്റെ പ്രവാസി വിരുദ്ധ നയങ്ങൾക്കെതിരെ കേരള പ്രവാസി സംഘം പാലക്കാട് ജില്ലാ കമ്മിറ്റി പാലക്കാട്ട് ഈ മാസം 7-8 തീയതികളിലായി സംഘടിപ്പിക്കുന്ന രാപ്പകൽ സമരത്തിന്റെ പ്രചരണാർത്ഥമായാണ് വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. ശനിയാഴ്ച ഉച്ചയോടെ ജാഥയ്ക്ക് ഒറ്റപ്പാലത്ത് സ്വീകരണം നൽകി. കേരള പ്രവാസി സംഘം ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു സ്വീകരണം. ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവർക്ക് അവരുടെ സിറ്റിസണായിട്ടുള്ള ആ പൈലറ്റുമാരെ ഇവിടെ നിഷ്പ്രയാസം നമ്മളുടെ രാജ്യത്തിനനുസരിച്ച് അത് കുറ്റവാളികളാണ്. ആ കുറ്റവാളികളെ അവർക്ക് കൃത്യമായി അവരുടെ ഇറ്റലി പൗരന്മാരെ അവർക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു. മറിച്ച് അതേസമയം നമ്മളുടെ ഒരു സഹോദരി, കൊല്ലങ്കോട്ടുകാരിയായിട്ട് നമ്മുടെ സഹോദരി യമനിലെ ജയിലിൽ കിടക്കുക, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് നമുക്ക് ആ യമന്റെ ഭരണകൂടത്തിന്റെ പരിസരത്ത് പോലും നമുക്ക് കയറി ചെല്ലാൻ പറ്റുന്നില്ല. ഏരിയ ട്രഷറർ M ജയകുമാർ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി C മുകുന്ദൻ, സംസ്ഥാന കമ്മിറ്റി അംഗം നബീസ ടീച്ചർ, ജില്ലാ ട്രഷറർ PK സേതലവി, സച്ചിദാനന്ദൻ, മോഹൻ വെള്ളിനേഴി തുടങ്ങിയവർ സംസാരിച്ചു. ജാഥ ക്യാപ്റ്റനുള്ള ഹാരാർപ്പണവും നടന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് DYFI ഷൊർണൂർ ബ്ലോക്ക് കമ്മിറ്റി വാണിയംകുളത്ത് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. CPIM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് K രാഹുൽദാസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി C രാഗേഷ്, ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ മുഹമ്മദ് ഹാരിസ്, K മണികണ്ഠൻ, EK നിഷാദ്, MK ഉണ്ണികൃഷ്ണൻ, ശലിഷ ശങ്കർ എന്നിവർ സംസാരിച്ചു. ഷൊർണൂർ നഗരസഭയ്ക്ക് കീഴിലുള്ള ടൗൺ ഹാൾ നിർമ്മാണം അന്തിമഘട്ടത്തിൽ. നിലവിലെ ഭരണസമിതിയുടെ കാലാവധിക്കുള്ളിൽ ഉദ്ഘാടനം ചെയ്യാനാണ് നീക്കം. നഗരസഭയുടെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് 60% നിർമ്മാണ പ്രവൃത്തികളും പൂർത്തീകരിച്ചിട്ടുള്ളത്. അവസാനഘട്ട പ്രവൃത്തികൾക്കായി MLA ഫണ്ടിൽ നിന്നും 2 കോടി രൂപയാണ് ടൗൺ ഹാളിനായി അനുവദിച്ചിരിക്കുന്നത്. ഈ തുക വിനിയോഗിച്ചാണ് ടൗൺ ഹാളിലെ ഇന്റീരിയർ, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ജോലികൾ പൂർത്തീകരിക്കുന്നത്. ടൗൺ ഹാൾ തുറന്നു നൽകിയാൽ കുറഞ്ഞ തുകയ്ക്ക് കല്യാണം, സംഘടനാ പരിപാടികൾ, മറ്റ് ആഘോഷ പരിപാടികൾ എന്നിവയ്ക്ക് വാടകയ്ക്ക് നൽകാനാകും. 2015 അന്നത്തെ ഭരണസമിതിയാണ് ഷൊർണൂരിൽ ടൗൺ ഹാൾ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത്. പ്രാരംഭ നടപടികൾ ആരംഭിച്ചെങ്കിലും പിന്നീട് പദ്ധതി സാങ്കേതിക കാരണങ്ങളാൽ നിന്നുപോവുകയായിരുന്നു. അതിനുശേഷം വന്ന പുതിയ ഭരണസമിതിയാണ് ടൗൺ ഹാളിന്റെ നിർമ്മാണം വീണ്ടും പുനരാരംഭിച്ചത്. ഷൊർണൂർ നഗരസഭയുടെ ടൗൺ ഹാളിന്റെ പ്രവർത്തനം പദ്ധതി അത് നടന്നു വരികയാണ്. അതിൻ്റെ എയർ കണ്ടീഷനും അതുപോലെ തന്നെ ഇന്റീരിയർ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഈ മാസം പൂർത്തിയാകും. നാടിന് തുറന്നു കൊടുക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വളരെ ദ്രുതഗതിയിലാണ് ടൗൺ ഹാളിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് സീറ്റ് തയ്യാറാക്കലും അങ്ങനത്തെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് ചെയ്യാറ്. പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തീകരിച്ച് അടുത്ത മാസത്തിൽ ടൗൺ ഹാളിന്റെ ഉദ്ഘാടനം നടത്താനാണ് നഗരസഭാ ഭരണസമിതി ഒരുങ്ങുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പണി പൂർത്തീകരിക്കും മുമ്പേ കോട്ടായി അയ്യംകുളത്തിൽ ചണ്ടി നിറഞ്ഞു. ചണ്ടി നീക്കാൻ ഉടൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. 35 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കുളം നവീകരണ പ്രവർത്തനങ്ങൾ. നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിക്കും മുമ്പേ കുളത്തിൽ ചണ്ടി പടർന്നത് കരാറുകാരെയും നാട്ടുകാരെയും ഒരുപോലെ പ്രയാസത്തിലാക്കി.
കോട്ടായി പഞ്ചായത്തിലെ ഏറ്റവും വിസ്തൃതമായ പൊതുകുളമായ അയ്യംകുളത്തിലാണ് ചണ്ടി പടർന്നത്. മൈനർ ഇറിഗേഷന്റെ 35 ലക്ഷം ചെലവഴിച്ച് കുളം നവീകരണ പ്രവൃത്തികൾ നടന്നുവരികയാണ്. പൂർണ്ണമായും ചണ്ടി നിറഞ്ഞ് ഉപയോഗശൂന്യമായ കുളം നവീകരണ പ്രവൃത്തി തുടങ്ങുന്നതിന് മുമ്പ് ചണ്ടി നീക്കിയിരുന്നു. എന്നാൽ പൂർത്തീകരിക്കും മുമ്പേ കുളത്തിൽ വീണ്ടും ചണ്ടി നിറഞ്ഞിരിക്കുകയാണ്. ചണ്ടി നീക്കാൻ ഉടൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മണ്ണൂർ കമ്പനിപ്പടി അഴിക്കോടൻ രാഘവൻ വായനശാലയുടെ നേതൃത്വത്തിൽ കിഴക്കുംപുറം AJB സ്കൂളിൽ എഴുത്തുപെട്ടി സ്ഥാപിച്ചു. എഴുത്തുകാരൻ M. ശിവശങ്കരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ കാര്യം കുട്ടികൾ പറഞ്ഞു തന്നെയാണ് ശരിയെന്ന് മാതിരി നിങ്ങളുടെ അടുത്ത് അധികം സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാകും. കൂടുതൽ ഒരുപാട് കാര്യങ്ങളൊന്നും നിങ്ങളെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല. നമ്മളിന്ന് വളരെ നല്ലൊരു സംരംഭമായിട്ടാണ് നമ്മുടെ അടുത്തുള്ള ഗ്രന്ഥശാല, അഴീക്കോടൻ സ്മാരക ഗ്രന്ഥശാല, അതിന്റെ പ്രവർത്തകരും മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ അധ്യക്ഷനായിട്ട് വന്ന ആള് നിങ്ങളുടെ സ്കൂളിൽ പഠിച്ച ആളെ പറഞ്ഞില്ലേ? വായനശാല സെക്രട്ടറി N. മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. വായനശാല പ്രസിഡന്റ് സേതുമാധവൻ, M. K. രാമചന്ദ്രൻ, ലീല, രമേശ്, സഞ്ജുനാഥൻ, S. ശ്രീലത, ശ്രീദേവി, പ്രവിത, P. ആതിര ടീച്ചർ, അനു എബ്രഹാം എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക ശ്രീലേഖ സ്വാഗതവും A. ജസീർ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കവളപ്പാറ ഏരിയ കമ്മിറ്റിയുടെ കുടുംബമേള സംഘടിപ്പിച്ചു. ഷൊർണൂർ പെൻഷൻ ഭവനിൽ നടന്ന പരിപാടി KSSPU സംസ്ഥാന സെക്രട്ടറി NP കോമള ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. നമ്മള് പ്രക്ഷോഭ പരിപാടിയാണെങ്കിലോ അല്ലെങ്കിൽ മറ്റു പരിപാടികളൊക്കെ തന്നെ നടത്തി പോകാറുണ്ട്. പക്ഷെ കുടുംബമേള നടത്തുന്ന കുടുംബാംഗങ്ങളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട്, കാരണം നമ്മളോട് ചോദിക്കൂല രാവിലെ ഓരോ പരിപാടിക്ക് പോകുമ്പോൾ എവിടേക്കാ പോണേ, എന്തിനാ പോണേ എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയേണ്ടി വരും. അപ്പൊ നമ്മുടെ കുടുംബങ്ങളെ ഒത്തുചേരുന്നതിന് വേണ്ടി ആരൊക്കെയാണ് നമ്മുടെ പെൻഷനിലുള്ള കുടുംബാംഗങ്ങൾ, അവരൊക്കെ ഒത്തുചേർന്നുകൊണ്ട് അവരുടെ വിവിധ കലാപരിപാടികളെ എന്നും നമ്മൾ ഈ സംഘടനയാ കേൾക്കുന്നത് അല്ലേ? ഓരോ പ്രസംഗത്തിലും നമ്മൾ കേൾക്കുന്നത് സംഘടന തന്നെയാണ്. അപ്പൊ എന്താണ് ഈ സംഘടന എന്നുള്ളത് ആ കുടുംബാംഗങ്ങൾ കൂടി ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കുടുംബമേളകളൊക്കെ തന്നെ സംഘടിപ്പിക്കുന്നത്. T. സുധ ടീച്ചറുടെ ഈശ്വര പ്രാർത്ഥനയോടെയാണ് കാര്യപരിപാടികൾക്ക് തുടക്കമായത്. സെക്രട്ടറി KK അജയ്കുമാർ സ്വാഗതം പറഞ്ഞു. ഏരിയ പ്രസിഡന്റ് E. ശിവശങ്കരൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് TK ഭാസ്കരൻ, ബ്ലോക്ക് സെക്രട്ടറി ES കൃഷ്ണൻ, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി K. ശങ്കരൻ, രാജലക്ഷ്മി ടീച്ചർ എന്നിവർ സംസാരിച്ചു. P. ഗംഗാധരൻ നായരെ ചടങ്ങിൽ ആദരിച്ചു. ഏരിയ ജോയിന്റ് സെക്രട്ടറി NK മുരളീധരൻ നന്ദി പറഞ്ഞു. തുടർന്ന് വിവിധ സാംസ്കാരിക പരിപാടികളുമുണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. KSKTU മങ്കര വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആത്മാഭിമാന സദസ്സ് നടത്തി. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി R. ചിന്നക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. PC. വാസു അധ്യക്ഷത വഹിച്ചു. MT. ജയപ്രകാശ്, CM. അബ്ദുൾ റഹ്മാൻ, CK. ചെന്താമരാക്ഷൻ, പ്രേമദാസൻ, ER. ശശി, മല്ലിക എന്നിവർ സംസാരിച്ചു. മണ്ണൂർ കൊട്ടക്കുന്ന് പള്ളിയിൽ പുതുതായി നിർമ്മിച്ച മദ്രസ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. SYS സംസ്ഥാന ഉപാധ്യക്ഷൻ PK. ഇമ്പിച്ചിക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട്, സങ്കടമുള്ളവരുണ്ട്. ഇത്തരത്തിന്റെ ഭാഗത്തുനിന്ന് മഹാന്മാരെ കടക്കുകൊണ്ട് പ്രത്യേകിച്ച് ഈ വക അഭിനന്ദൊക്കെ വരുന്നതുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ രോഗങ്ങൾക്കും പരിപൂർണമായ ശിവ നൽകി അനുഗ്രഹിക്കട്ടെ. മാരകമായ അപകടത്തോടും അപകടങ്ങളൊന്നും നമ്മളെല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ. മരിച്ചുപോയ ഈ പറഞ്ഞ പട്ടികയിലുള്ള നമ്മുടെ മുന്നേ കടന്നുപോയവർക്കുള്ള അവരുടെ മനസ്സിലെല്ലാം ആഹാരം നൽകി അനുഗ്രഹിക്കട്ടെ. അവരെയും നമ്മളൊക്കെ ഒത്തിരി ജീവാനായ സ്വർഗത്തിൽ ഒരുമിച്ചുകൂടി അവരെക്കാൾ കണ്ട് ആസ്വദിക്കാനും തോന്നിയിട്ട് എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ചടങ്ങിൽ മഹല്ല പ്രസിഡന്റ് KP മൊയ്തീൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ഖത്തീബ് അബൂബക്കർ ഹിസാമി മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ്, യൂസഫ് പത്രിപ്പാല, PK മുത്തലിബ് മൗലവി, സാലിം സ അദി, റിയാസ് പൊന്മള, ഷബീർ എന്നിവർ സംസാരിച്ചു. പള്ളി സെക്രട്ടറി KM അബ്ദുൽ ഹക്കീം സ്വാഗതവും ഷഫീർ നന്ദിയും പറഞ്ഞു. മുൻ പള്ളി ഭാരവാഹികളായ ഹനീഫ, SNM അലി, സാംബ്രിക്കൽ അബ്ദുറഹ്മാൻ, അബു താഹിർ മൗലവി എന്നിവരെ ഇമ്പിച്ചകോയ തങ്ങൾ ഉപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് മജ്ലിസി നൂറും ഉണ്ടായി. ഭാരവാഹികളായ അംസ, അബൂബക്കർ സിദ്ദിഖ്, ഇസ്മായിൽ, അബ്ദുറഹ്മാൻ, മുജീബ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറായി നകുൽ രാജേന്ദർ ദേശ്മുഖ് ചുമതലയേറ്റു. മുൻ കമ്മീഷണർ R. ഇളങ്കോ കമ്മീഷണർ ഓഫീസിൽ വച്ച് ചുമതല കൈമാറി. മഹാരാഷ്ട്ര സ്വദേശിയായ നകുൽ രാജേന്ദ്രർ ദേശ്മുഖ് വൈക്കത്ത് ASP-ആയും തിരുവനന്തപുരം സിറ്റിയിൽ DSP-ആയും പ്രവർത്തിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നാണ് കമ്മീഷണറായി തൃശൂരിലേക്ക് എത്തുന്നത്. പോലീസും ജനങ്ങളും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന സ്ഥലമാണ് തൃശൂർ. വലിയ ഉത്തരവാദിത്തമാണ് തനിക്കുള്ളതെന്നും എല്ലാവരും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാമെന്നും കമ്മീഷണർ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. പോലീസും ജനങ്ങൾ വളരെ നന്നായിട്ട് ഒരുമിച്ച് നിന്നിട്ട് ഇവിടെ
എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഒരു വളരെ ഇമ്പോർട്ടൻറ്റും ടാസ്കും ഒരു നല്ല ഓപ്പർച്യൂണിറ്റി എനിക്കുണ്ട്. ഇവിടെ ഇപ്പോൾ എൻ്റെ മുമ്പ് പല സീനിയർ ഉദ്യോഗസ്ഥരും ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട്. അവരും കുറേ പ്രോജക്ട്സും എല്ലാ കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ട്. അത് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്ത് പോവാം. അതിനുശേഷം നമുക്ക് പുതിയ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് എല്ലാ ആൾക്കാരും ആലോചിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കാനുള്ള പുതിയ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാം. ന്യൂസ് ബ്യൂറോ തൃശൂർ. സ്പോർട്സ്. ഓങ്ങല്ലൂർ പഞ്ചായത്ത് കേരളോത്സവം ആരംഭിച്ചു. ഫുട്ബോൾ മത്സരത്തോടെയാണ് ആരംഭിച്ചത്. ഈ മാസം 12-ന് കേരളോത്സവം സമാപിക്കും. ഓങ്ങല്ലൂർ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ നടക്കുന്ന ഫുട്ബോൾ മത്സരത്തോടെയാണ് പഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായത്. വിവിധ ടീമുകൾ പങ്കെടുക്കുന്ന ഫുട്ബോൾ മത്സരം 5-ാം തീയതി സമാപിക്കും. മറ്റ് വിവിധ ഇനം മത്സരങ്ങൾ വിവിധ സ്ഥലങ്ങളിലെ വേദികളിൽ നടക്കും. ഒക്ടോബർ 5-ന് ഞായറാഴ്ച പഞ്ചായത്ത് ഹാളിൽ കലാരചന മത്സരവും നടക്കും. ഒക്ടോബർ 12-ന് നടക്കുന്ന ക്രിക്കറ്റ് മത്സരത്തോടെ കേരളോത്സവം സമാപിക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു. സമാപന ചടങ്ങിന്റെ ഉദ്ഘാടനവും വിജയികൾക്കുള്ള സമ്മാനദാനവും പഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരി നിർവഹിച്ചു. 2 ആഴ്ചയായി നടന്നുവന്ന പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്ത് കേരളോത്സവമാണ് പെരിങ്ങോട്ടുകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ സമാപിച്ചത്. സമാപന ചടങ്ങിന്റെ ഉദ്ഘാടനവും വിജയികൾക്കുള്ള സമ്മാനദാനവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM കോമളകുമാരി നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EP പൗലോസ് മാസ്റ്റർ അധ്യക്ഷനായി. ER രാമദാസ്, രാധാകൃഷ്ണൻ, R പ്രദോഷ്, പഞ്ചായത്ത് സെക്രട്ടറി S അഫ്താബ്, ഉല്ലാസ് എന്നിവർ സംസാരിച്ചു. മത്സരത്തിൽ മയൂരം ക്ലബ്ബ് ചുവൽനൂർ വിന്നേഴ്സും അനശ്വര ക്ലബ്ബ് പെരിങ്ങോട്ടുകുറിശി റണ്ണറപ്പുമായി. ക്രിക്കറ്റ് മത്സരത്തിൽ പിലാപ്പള്ളി വിന്നേഴ്സും ഐശ്വര്യ ആയംകുറിശി റണ്ണേഴ്സുമായി. വോളിബോൾ മത്സരത്തിൽ യുവതാര പരുത്തിപ്പള്ളി വിന്നേഴ്സും ഗാലക്സി പെരിങ്ങോട്ടുകുറിശി റണ്ണറപ്പുമായി. സമാപന ചടങ്ങിൽ വിജയികൾക്കുള്ള ട്രോഫികളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഫുട്ബോൾ മത്സരങ്ങളിൽ സ്കൂളിന്റെ യശസ് ഉയർത്തിയ പെരിങ്ങോട്ടുകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക താരങ്ങളെ ആദരിച്ചു. കുന്നത്ത് പറമ്പ് പൗരസമിതിയുടെ നേതൃത്വത്തിലാണ് ഫുട്ബോൾ താരങ്ങൾക്ക് ആദര ചടങ്ങ് സംഘടിപ്പിച്ചത്. സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഫുട്ബോൾ മത്സരങ്ങളിൽ പങ്കെടുത്ത ഗായത്രി സുഭാഷ്, ദയാപ്രസാദ്, സാന്ദ്ര, അപർണ, ദിയ, നിഷാന, രതിഷ, നയന, പ്രജീഷ, അർച്ചന, ദൃശ്യ, വളർന്നുവരുന്ന താരം വൈഗ, കോച്ചുമാരായ ഉമേഷ്, വർഷ, ദേശീയ റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ച യുവരാജ് എന്നിവരെയാണ് ആദരിച്ചത്. രാജൻ, മണികണ്ഠൻ, മുരളി, രമേശ്, മുഹമ്മദ് ഹനീഫ, ഇസ്മയിൽ, വിജയൻ, മോഹനൻ, ശോഭ ഉണ്ണികൃഷ്ണൻ, കാർവർണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ചളവറ ഹയർ സെക്കൻഡറി സ്കൂൾ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി PK സുധാകരൻ മാസ്റ്റർ സ്മാരക ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ഷൊർണൂർ സബ് ജില്ലയിലെ UP വിഭാഗം വിദ്യാർത്ഥികൾക്കായാണ് ടൂർണമെന്റ് ഒരുക്കിയത്. വിജയികൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്തു. ഷൊർണൂർ സബ് ജില്ലയിലെ UP വിഭാഗം കുട്ടികൾക്കായാണ് PK സുധാകരൻ മാസ്റ്റർ സ്മാരക ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. സബ് ജില്ലയിലെ വിവിധ സ്കൂളുകളെ പ്രതിനിധീകരിച്ച് 13 സ്കൂൾ ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുത്തു. നേരത്തെ ടൂർണമെന്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ചളവര ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അനിൽകുമാർ നിർവഹിച്ചു. PTA പ്രസിഡന്റ് N മനോജ് അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ KB സുനിൽരാജ്, HM AC രജിത എന്നിവർ സംസാരിച്ചു. സമാപന ചടങ്ങിൽ വിജയികൾക്കും റണ്ണറപ്പിനുമുള്ള ക്യാഷ് പ്രൈസും എവർ റോളിംഗ് ട്രോഫിയും വിതരണം ചെയ്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മറ്റൊരു കോൺഗ്രസ് നേതാക്കൾ പല തുരുത്തുകളായി നിൽക്കുന്നത് UDFന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു എന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ വിമർശനം. കോൺഗ്രസിന്റെ കാര്യഗൗരവം പോരാ എന്നും ആരോപണം. മുസ്ലിം ലീഗിന്റെ ഈ വിലയിരുത്തലിനെ താങ്കൾ എങ്ങനെ കാണുന്നു? മാറ്റൊലിയിലേക്ക്. അത് പിന്നെ കുറേ കാലങ്ങളായിട്ട് തുടങ്ങിയിട്ടോ കുറേ കാലങ്ങളായിട്ട് UDFും അതിലുള്ള ഘടകകക്ഷികളും തമ്മിൽ യോജിപ്പില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ മുസ്ലിം ലീഗിൻ്റെ ഈ അഭിപ്രായം, അതിലെ ഘടകകക്ഷികളുടെ അഭിപ്രായം ഈ രീതിയിൽ പോയാൽ കേരളത്തിലെ ഭരണം ഇനി അവർക്ക് കിട്ടാൻ യാതൊരു സാധ്യതയില്ലെന്ന് അവർ തന്നെ മുൻവിധി എഴുതി കഴിഞ്ഞു.
ഇതേ രീതിയിൽ പോയാൽ തന്നെ എല്ലാ സമുദായ സംഘടനകളും അവരിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഈ തമ്മിലിടിയും ഇവരുടെ ഈ ഗ്രൂപ്പിലും അധികാര പടമ്പിലും എല്ലാം അവർക്ക് ഏറ്റവും വലിയ ദോഷം വരാൻ പോവുകയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർ ഏറ്റവും വലിയ ദയനീയമായ പരാജയത്തിലേക്ക് അവർ നീങ്ങും. അതിൽ ഈ ലീഗിൻ്റെ ഭാഗത്തു നിന്ന് കാര്യമായ ചോർച്ച ഉണ്ടാവാൻ വളരെയധികം സാധ്യത ഇന്നത്തെ സാഹചര്യത്തിൽ, രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം അവരും ഇവരും തമ്മിൽ ഒരു വേദിയിൽ അവരൊന്നിക്കാൻ തയ്യാറല്ല. അവർ വേറിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഘടകകക്ഷികൾ എന്നുള്ള ഒരു അടുപ്പം ഇപ്പം നിലവിൽ അവരിൽ നിന്നും വിട്ടു നിൽക്കുകയാണ്. അത് അവരുടെ യോജിപ്പിന്, അവരുടെ സംഘടനാപരമായിട്ടുള്ള പ്രവർത്തനത്തെയും നല്ല രീതിയിൽ അത് ബാധിക്കും. അത് വലിയതിന് ഗുണം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് ജില്ലാ ആശുപത്രിയുടെ പിഴവ് മൂലം പല്ലശ്ശന ഒഴുവുപാറ 9 വയസ്സുകാരി വിനോദിനിയുടെ വലതുകൈ മുറിച്ചുമാറ്റിയ സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. സംഭവത്തിൽ സമഗ്ര അന്വേഷണവും നടപടിയും വേണമെന്ന് യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും. മുഖ്യമന്ത്രി, ആരോഗ്യവകുപ്പ് മന്ത്രി, ബാലാവകാശ കമ്മീഷൻ എന്നിവർക്ക് സംഘടനകളുടെ നേതൃത്വത്തിൽ പരാതി നൽകി. ഇടതു സർക്കാർ കാലത്ത് സർക്കാർ ആശുപത്രികൾ അറവുശാലകളായി മാറിയെന്ന് BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടിയുടെ പ്രതിഷേധ മാർച്ച്. സംഭവം വിവാദമായതോടെ കൈ കഴുകി രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ ആരോഗ്യവകുപ്പ് അവിചാരിതമായ കാരണത്താൽ അപൂർവമായി സംഭവിച്ചതെന്ന് റിപ്പോർട്ടിറക്കി DMO. ശബരിമല കേന്ദ്രീകരിച്ച് അധോലോക സംഘവും ഉപജാപക സംഘവും പ്രവർത്തിക്കുന്നു. സ്വർണ്ണപ്പാളി വിഷയത്തിൽ CBI അന്വേഷിക്കണമെന്നും BJP. ഭക്തജനങ്ങൾ വ്രണിത ഹൃദയരാണെന്നും അയ്യപ്പ സംഗമം നടത്തിയ സർക്കാർ ഇക്കാര്യത്തിൽ ഒന്നും മിണ്ടാത്തത് എന്താണെന്നും കുമ്മനം രാജശേഖരൻ. സംഭവത്തിൽ ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും വലിയ അഴിമതിയാണ് നടന്നതെന്നും ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്നും MT രമേശ്. പാലക്കാട് DCC ഓഫീസ് നിർമ്മാണത്തിന് ഭൂമി വാങ്ങിയതിൽ വൻ അഴിമതിയെന്നും ഇതിന് പിന്നിൽ സാമ്പത്തിക തട്ടിപ്പെന്നും BJP സംസ്ഥാന ട്രഷററും നഗരസഭാ വൈസ് ചെയർമാനുമായ E. കൃഷ്ണദാസ്. പാലക്കാട് മോയൻ സ്കൂൾ ഡിജിറ്റലൈസേഷൻ പദ്ധതി ഉപേക്ഷിക്കാനുള്ള നീക്കത്തിനെതിരെയും ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണം പൂർത്തീകരിക്കാത്തതിനെതിരെയും BJP പ്രക്ഷോഭത്തിലേക്ക്. പദ്ധതികളുടെ നിശ്ചലാവസ്ഥയ്ക്ക് കാരണം പാലക്കാട്ടെ ജനപ്രതിനിധികളെന്നും ആരോപണം. വാട്ടർ അതോറിറ്റിയെ തകർക്കുന്ന നയം സംസ്ഥാന സർക്കാർ തിരുത്തണമെന്നും സ്ഥാപനത്തെ ലാഭത്തിലാക്കാനുള്ള പദ്ധതികൾ സർക്കാർ അട്ടിമറിച്ചെന്നും വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിൽ കുടുംബശ്രീ മിഷൻ സംഘടിപ്പിക്കുന്ന 13ാമത് ദേശീയ സരസ് മേള ജനുവരി 2 മുതൽ 11 വരെ തൃത്താലയിൽ. 10 ദിവസങ്ങളിലായി വിവിധ സംസ്ഥാനങ്ങളിലെ ഗ്രാമീണ സംരംഭകർ ഉത്പാദിപ്പിക്കുന്ന വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന 250ഓളം സ്റ്റാളുകൾ സജ്ജീകരിക്കുമെന്നും മന്ത്രി MB രാജേഷ്. സരസ് മേളയുടെ സംഘാടക സമിതി യോഗം ചാലിശ്ശേരിയിൽ. ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി സമഗ്ര വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രചോദനമാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ കൂടുതൽ ജനകീയ കൂട്ടായ്മകൾ കൊണ്ടുവരാൻ കഴിഞ്ഞതായി മുഹമ്മദ് മുഹസിൻ MLA. അക്കാദമികപരമായും ശാസ്ത്രപരമായും ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി മാറിയതായി അധ്യാപകരും വിദ്യാർത്ഥികളും. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ജ്യോതിസ് ദശവാർഷിക സമ്മേളനം വാടനം കുർശിയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.